ബഡ്ജറ്റ് വളരെ വിശദമായി നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 24-25 നമ്മൾ നടപ്പിലാക്കേണ്ട പരിപാടികളുടെ ഒരു പൊതുരൂപമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴും ഭരണപരമായി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് വെച്ച് നോക്കുമ്പോഴും കേരളം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ, സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങളുടെ ഇഷ്യൂ ഒക്കെ പറയും. ഞാൻ അതിന്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും കേരളം ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയുന്ന പോലല്ല ഇപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വലിയ തോതിലുള്ള സാമ്പത്തികമായ പരിഗണന ന്യായമായത് കിട്ടുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. അത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ നിലപാട് പോകുന്നത്. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ കിട്ടാനുള്ളതിന്റെ നല്ലൊരു ഭാഗം പണവും കിട്ടാതെ പ്രവർത്തിക്കുമ്പോൾ കേരളം, ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അത്. ബഡ്ജറ്റിന്റെ ആദ്യ ഭാഗത്തിൽ പൊതുവെ പറഞ്ഞേക്കുന്നത് ഈ പൊതു സാഹചര്യങ്ങളും കേരളത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങളും, അതോടൊപ്പം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക, അതിനുള്ള കാര്യങ്ങൾ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ടാക്സിന്റെ രംഗത്തൊക്കെ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വരുമാന വർധനവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു കണക്കിന്റെ കാര്യത്തിനകത്ത് ചില കാര്യം പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമുക്ക് 100 രൂപയില് 71 രൂപയിൽ കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 100 രൂപ 79 രൂപ 100 രൂപ ആകെ കേരളം തലത്തിൽ 79 രൂപ കേരളവും ബാക്കി 21 രൂപയാണ് തരുന്നത്. അതേസമയം ഈ കാര്യം ഇന്ത്യയിലെ ശരാശരി ഒരു 50 രൂപയാണ്. ഉത്തർപ്രദേശിൽ 46 രൂപ കിട്ടുന്നുണ്ട്, ബീഹാറിന് 70 രൂപ കിട്ടുന്നു. സ്റ്റേറ്റുകളുടെ കണക്കുണ്ട്. അപ്പൊ ഇത് ഞങ്ങളെ വെച്ച കണക്കല്ല, റിസർവ് ബാങ്കിന്റെ കണക്കാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വരുമാനം കുറയുന്നു. ഇങ്ങനെ വരുമാനം എല്ലാം കുറയുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരുന്നതിന്റെ ഭാഗമായിട്ട് 10,000 ആൾക്ക് ജോലി കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം നടത്തിയത്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ അടുത്ത 3 വർഷത്തിനകം ഒരു 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വരണം എന്നുള്ള കാര്യം പറഞ്ഞു. വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ 3 ലക്ഷം കോടിയുടെ നിക്ഷേപം വരുമോ? അത് ഇച്ചിരി അതിശക്തിയാണെന്ന് വേണം ചിന്തിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞത് ഹൈഡ്രജൻ ഹബ്ബ് തന്നെ ഇപ്പൊ പ്രഖ്യാപിച്ച 25,000 കോടി രൂപയുടെ അവിടെ വരാൻ പോകുന്നു വായിച്ചാണ്. ഇപ്പൊ അതൊക്കെ ഏകദേശം വരുന്ന കാര്യം. ഇത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, ടൂറിസം മേഖലയിൽ 10,000 ഹോട്ടൽ റൂമുകളെങ്കിലും അടുത്ത വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഡിമാൻഡുകളുണ്ട്. വിഴിഞ്ഞത്തിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ഡെവലപ്മെന്റ് വരാവുന്നുണ്ട്. അതിപ്പോ വിഴിഞ്ഞം നേരത്തെ തന്നെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ തുടങ്ങിയതും ചെയ്തതും ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റാണ്. ഈ മെയ് മാസത്തിൽ കൊമേഴ്സ്യലി ആദ്യത്തെ ഷിപ്പ് വരും. അപ്പൊ അവിടത്തേക്ക് വരുന്ന കാര്യങ്ങളെ പറ്റി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം വ്യവസായ സാധ്യതയുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയിലെ ഏറ്റവും കൂടുതൽ ചൈനയെ ശ്വാസം മുട്ടിക്കുന്ന ഘട്ടത്തിലാണ് 70കളുടെ അവസാനം 80കളുടെ ആദ്യം ചൈനയിലെ പ്രത്യേക എക്കണോമിക് ഡെവലപ്മെന്റ് സോഴ്സ് നമ്മുടെ സംസ്ഥാനമാണ്, രാജ്യമല്ല. പക്ഷെ നമുക്ക് വിഴിഞ്ഞം ആ പശ്ചാത്തലത്തിൽ അത്ര ഡെവലപ്മെന്റ് ഒത്തിരി സാധ്യതയുണ്ട്. ആ സാധ്യതകൾ നമ്മൾ യഥേഷ്ടം നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റിലൂടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളിലാണ് കാഴ്ചപ്പാടുകളാണ്. ബാക്കിയുള്ള കാഴ്ചപ്പാടുകൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സാമ്പത്തിക രംഗത്ത് ഒരു എക്കണോമി രാജ്യത്താകെ ഒരു ചെറിയ മന്ദതയിലേക്ക് പോകാം. കേരളത്തിലിപ്പം കഴിഞ്ഞ ഇക്കണോമിക് സർവേ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് കോൺസ്റ്റന്റ് പ്രൈസിൽ 10-12% ROP കറണ്ട് പ്രൈസിൽ കോൺസ്റ്റന്റ് പ്രൈസിൽ 6.6. പക്ഷേ പൊതുവൊരു സാമ്പത്തിക രംഗത്ത് ഒരു മരവിപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ മരവിപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചെലവുണ്ടാകുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രൈവറ്റ് മേഖല. അതിന് കുറച്ച് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞു. നിങ്ങൾ ഞാൻ 10,000 കോടി രൂപയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ലൈഫിന്റെ രംഗത്ത് അടുത്ത 2 വർഷം കൊണ്ട് ഉണ്ടാവുന്നത്. അത് കുറച്ച് സർക്കാർ വെക്കുന്ന ബഡ്ജറ്റിന്റെ പണമുണ്ട്. ഇതല്ലാതെ തന്നെ
ഒരു ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്ത് ഗവൺമെന്റ് എല്ലാം ചേർന്ന് സ്കീം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശപരമായ കാര്യം 10,000 കോടിയുടെ നിർമ്മാണം 2 വർഷം കൊണ്ട് വരുമെന്നത് എക്കണമി നല്ലൊരു ബൂസ്റ്റ് വരും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 1000 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ തൊഴിൽ വരാനും എല്ലാ മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്കണോമിക്കകത്ത് സജീവത വരാൻ വേണ്ടിയിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽസിൽ 1000 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. ഇതുകൂടാതെ 1500 കോടി സാധാരണ പറയുന്നല്ല, ഒരു 1500 കോടി രൂപയുടെ വേറെ പണം മാറ്റി വെച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു 10,3500 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും. 5000 കോടി രൂപയെങ്കിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാപ്പക്സ്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട കാപ്പക്സ് നമുക്ക് കിട്ടാവുന്നതാണ്. ആ കാപ്പക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി ഇടുന്നുണ്ട്. ഇതുപോലെ ടൂറിസം മേഖലയിൽ ഞാൻ പറഞ്ഞു 10,000 ഹോട്ടൽ മുറികൾ, ടൂറിസം മേഖലയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങൾ, നമ്മുടെ ഈ പല ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ 10,000 പേർക്ക് ഇരിക്കാവുന്ന ചെയറുകളും സൗകര്യങ്ങളും പൊതു സ്പേസൊക്കെ ഉണ്ടാവും. അവിടെ അത്യാവശ്യം ടോയ്ലറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ. ഇപ്പം നമ്മൾ കോളത്ത് കാണാൻ പോകുന്നു, അവിടെ മഴ വരുമ്പോൾ ഓടിച്ചാടി അങ്ങോട്ട് ഓടി അല്ലാതെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാവുന്നൊരു സ്ഥലമുണ്ടോ നമ്മുടെ ഏതെങ്കിലും ടൂറിസ്റ്റ് സെൻ്ററിൽ? പുതിയ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നിൽ അവിടെ ഒരു ഹോട്ടലിൽ പോകണം, റെസ്റ്റോറൻറ്റിൽ പോകണം. മറ്റേ സ്ഥലങ്ങൾ അങ്ങനല്ല. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആളുകളാണ്. അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാവുന്ന തരത്തിലേക്ക് കോമൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോയ്ലറ്റും മറ്റു കാര്യങ്ങളല്ല, പൊതുവിലിരിക്കാൻ അവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്പേസുകൾ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസസിൽ പലയിടത്തും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിനാണ് അത്തരം ഡെവലപ്മെൻറ്റ് കാര്യം പറഞ്ഞത്. മറ്റൊന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് തന്നെ ചേർന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളവരോട് സംസാരിച്ചിരുന്നു. ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ ഫോറസ്റ്റ് പൊന്മുടിയിലും അതുപോലെ തന്നെ അതിനപ്പുറത്ത് പണ്ട് തൊട്ടേയുള്ള പ്രധാനപ്പെട്ട ബോണക്കാട് എസ്റ്റേറ്റൊക്കെ നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും, അല്ലെ അറിയാം. അതിനകത്ത് ഫോറസ്റ്റിൻ്റെ 250 ഏക്കറുണ്ട്. ബോണക്കാട് എസ്റ്റേറ്റ് അടഞ്ഞു കിടക്കണം. 250 ഏക്കർ എസ്റ്റേറ്റിനകത്ത് ഫോറസ്റ്റ് ഉണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ അവർ കബനി തടത്തിലെ ജംഗിൾ ഹോട്ടൽ, അങ്ങനെ ജംഗിൾ ഹൗസസോ അങ്ങനെ ഒരു ഹോട്ടൽ സിസ്റ്റം ഒക്കെ ഉണ്ട് ഫോറസ്റ്റിൽ. അപ്പോൾ ഫോറസ്റ്റ് അങ്ങനെ ചെയ്യാം. പല സ്ഥലത്തും കേബിൾ കാറും മറ്റും ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കേബിൾ കാർ ഇടാനായിട്ടുള്ള സൗകര്യം ഫോറസ്റ്റിൻ്റെ അല്ലാതെ ഗവൺമെൻറ് സ്ഥലത്തും കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഒന്നും ചെയ്യാൻ തയ്യാറാവും നമ്മുടെ ആളുകൾ. ഇതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ആ മേഖല ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവിടെ 5000 കോടി രൂപയുടെ നിക്ഷേപം വരത്തക്ക വിധത്തിൽ അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുമെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ 5000 കോടി രൂപയ്ക്ക് ഒരു 2 എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ 2% പലിശ ഇളവൊക്കെ നമ്മൾ കൊടുക്കുന്ന തരത്തിലേക്കാണെങ്കിൽ കൂടുതൽ ആളുകൾ എടുക്കും. നേരത്തെ തന്നെ കുറേ തൊഴിൽ വന്ന മന്ദിവിരുദ്ധ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും ടൂറിസം പോലുള്ള മേഖലകളിലൊക്കെ കുറേ പണം ചെലവഴിക്കപ്പെടാനുള്ള സാധ്യതകൾ അതിൽ നോക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഈ മേഖലയിലും കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞു. എഡ്യൂക്കേഷന് 13 ലക്ഷം ആളുകൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് 13 ലക്ഷം പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 4% അതിൻ്റെ ഉള്ളത്, അല്ലാതെ ഇവിടുന്ന് മാത്രമല്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം കണക്ക് കൂട്ടിയാൽ അറിയാം, 10,000 പേര് പോകുന്നുണ്ടെങ്കിൽ 3000 കോടി രൂപ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകും ഒരു വർഷം. പിന്നെ ഫീസും മറ്റും മാത്രമായിട്ട്. അങ്ങനൊരു 10,000-20,000 പേര് പോയി കഴിഞ്ഞാൽ ഒരു വർഷം കേരളത്തിൽ സ്പെൻഡ് ചെയ്യും. ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് പോകുന്ന പണം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി അതിനകത്ത് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാളും കൂടുതൽ പല പോളിസിപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനകത്ത് കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. അതേപോലെ കുറേ കാര്യങ്ങൾ അതിനകത്ത് എഡ്യൂക്കേഷൻ്റെ മാത്രമല്ല, ഹെൽത്തിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് തന്നെ പോലും പുറത്തുനിന്ന് വരുന്നവർക്ക് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതകളെ പറ്റി ആലോചിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിനെ ശ്വാസം മുട്ടിച്ച് പുറകോട്ട് പോകാനല്ല, കേരളം വളരെ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി. ആ തരത്തിലൊരു വലിയ ഫോക്കസ് അതിൽ ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് വന്നിട്ട് ഓരോ കാര്യങ്ങളിലും ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഞാനെടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം കേട്ടതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട സമയമെന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങളാകെ ചെയ്യാൻ പറ്റണം. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ കൂടി വരാൻ പറ്റുന്ന തരത്തിലേക്ക് കുറേ ഏറെ ഫോക്കസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ്റെ, റിസർച്ചിൻ്റെ ഒക്കെ സെൻറ്ററിൽ, ജോലിയുടെ കാര്യത്തിൽ, IT കാര്യത്തിനകത്തൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൻപുറത്ത് ഒരു 10-20 സ്ഥലത്തെങ്കിലും 100, 150, 200 ആളൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആളുകൾ അമേരിക്കയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് സ്റ്റാർട്ട് ചെയ്ത ഫലങ്ങളുണ്ട്. അതിന് സുൽത്താൻ ബത്തേരിയും ചാലക്കുടിയൊക്കെ അത് എടുത്ത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണയുള്ള സ്കീമുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതോടൊപ്പം റബ്ബറിൻ്റെ കാർഷിക മേഖലയിലെ ഓരോ കാര്യത്തിന് പറയുമ്പോൾ റബ്ബറിൻ്റെയാണ് ഒരു കാര്യം പിന്നെ വേറെ ചർച്ച ചെയ്യുന്നതാണ്. അതിനകത്ത് 250 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരാൻ വേണ്ടി സഹായിക്കും. 250 രൂപ ആക്കാൻ കേന്ദ്രത്തിന് സഹായം വേണം. കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല.
കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ റബ്ബർ ടയർ കമ്പനിക്കാർ നടത്തിയിട്ടുള്ള വലിയ ഒരു ചൂഷണത്തെ പറ്റി പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നില്ല. അവിടെയാണ് ഇത്തരൊരു സാഹചര്യത്തിൽ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പണം അനുവദിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ തോതിലാണ്, പക്ഷേ അത് വർദ്ധിപ്പിച്ചു. ഇത്രയും കാലത്തിന് ശേഷം വർദ്ധിപ്പിച്ച് രണ്ട് വർഷം കഴിഞ്ഞു, 2.5 വർഷം കഴിഞ്ഞു റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന വിലയേക്കാളും അവർക്ക് 10-15 രൂപ അധികം കിട്ടത്തക്ക വിധത്തിലുള്ളൊരു വിലയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ജീവനക്കാരുടെ DA പ്രശ്നം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ്. DA ശരിയാണ്, ശമ്പള പരിഷ്കരണം മറ്റു പല സ്ഥലത്തും നടത്തുന്നതിന് മുമ്പ് ഗവൺമെൻറ് നടത്തി. പക്ഷേ കുറച്ചു കാലമായിട്ട് DA കൊടുത്തിട്ടില്ല. DA കുറച്ചു കാലം കൊടുക്കാതിരുന്നിട്ട് വീണ്ടും ഒരുമിച്ച് കൊടുക്കുന്ന സ്ഥിതിയൊക്കെ പണ്ട് കേരളത്തിലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ താല്പര്യപൂർവ്വം തന്നെ നിൽക്കുന്നവരാണ്. ഞങ്ങളിതൊന്നും വേണ്ട, സർക്കാർ ജീവനക്കാരും വേണ്ട, ഇത്രയും സർവീസിലാണ് വേണ്ടെന്ന് പറയുന്നവരല്ല എന്നുള്ള DA കാര്യം പ്രഖ്യാപിച്ചു. വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയിരുന്നു പങ്കാളിത്ത പെൻഷനേ ഇല്ല എന്നുള്ളതാണ്. പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ തുക കൊണ്ടുണ്ടാക്കുന്ന പെൻഷന് യാതൊരു ഇൻകം ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ PF ഉള്ളവരുടെ കാര്യം നിങ്ങൾക്കറിയാം, വളരെ തുച്ഛമായിട്ട് നിങ്ങൾക്ക് തന്നെ പല പത്രപ്രവർത്തന സ്ഥാപനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന പെൻഷൻ അത് പലപ്പോഴും ഒരു സ്ഥിരതയില്ല പെൻഷൻ. അതുകൊണ്ടൊരു അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് വരണം. അതിന് ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പെൻഷൻ സ്കീമിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കളക്ട് ചെയ്ത ഫണ്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് കളക്ട് ചെയ്ത് കിട്ടണം. പുതിയൊരു സ്കീം മറ്റു പല സംസ്ഥാനങ്ങളും പൂർണ്ണമായും വിജയകരമായിട്ടില്ലെങ്കിൽ പലതും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇൻറ്റൻഷൻ സർക്കാർ ജീവനക്കാർക്ക് ഒരു അനിശ്ചിതത്വമല്ല, അവർക്കൊരു അഷ്വേർഡ് ആയിട്ടുള്ളൊരു പെൻഷൻ കിട്ടുന്നിടത്തേക്ക് ഒരു സ്കീം വേണം എന്ന നിലയിലുള്ള കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് സഹായകരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വലിയ തോതിൽ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓരോ ദിവസവും ഈ കാര്യങ്ങൾ പറയുന്നതും ഒരാവർത്തനമാകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പോൾ തന്നെ നമ്മൾ ബോറോയിങ് എടുത്തു, ആ പണം തിരിച്ചടച്ചു. അപ്പം ആ തിരിച്ചടച്ച പണത്തിന് തുല്യമായിട്ട് വീണ്ടും എടുക്കാം. ഇതാണ് റീപ്ലേസ്മെൻറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. നമുക്ക് റീപ്ലേസ്മെൻറ്റ് ബോറോയിങ് കിട്ടേണ്ടതാണ്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടേണ്ടതാണ്, അതുപോലും തരുന്നില്ല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നതാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് സമയബന്ധമായിട്ട് ഓരോ മാസം കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ സജീവമായിട്ട് നടത്തും. അടുത്ത വർഷം വരുമ്പോഴേക്കും കൃത്യമായ ഒരു ഫോർമുലേഷൻ കൂടെ ഉണ്ടാക്കി അത് കൃത്യമായിട്ട് മാസം തോറും കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നതെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊപ്പം നിയമപരമായ കാര്യങ്ങൾ നടത്തുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പൊതുവിൽ ഈ ബഡ്ജറ്റിനകത്ത് ഓരോ മേഖല എടുത്താലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം, സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എടുക്കുന്ന കാര്യം, പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന കാര്യം, പിന്നെ ക്ഷേമ പെൻഷൻ്റെ അടക്കം കാര്യങ്ങൾ എടുക്കുന്ന സമയമൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വരുമാനം അല്പം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് തന്നെ ഓപ്പണായിട്ട് നിങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഡിസ്കഷൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു ലെവലിനപ്പുറമൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ടാക്സ് മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് കളക്ട് 63 തീരുമാനിച്ച ഒരു ടാക്സ് ഇപ്പം പുതുക്കിയെന്ന് പറഞ്ഞാൽ ചെറിയ പണമാണെങ്കിലും 1963 അങ്ങനെയൊക്കെയുള്ള ചില ടാക്സുകൾ ഇനിയുണ്ട്. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെറിയ ചിലപ്പോൾ 1-2 കോടി രൂപയൊക്കെ ആയിരിക്കും സംസ്ഥാനത്ത് ആകെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ ചെറിയ കാര്യങ്ങളുള്ളതേ ഉള്ളൂ. അത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഭൂമി ഇടപാടിൻ്റെ കാര്യത്തിലൊക്കെ ഈ ബാങ്കുകളും ആവശ്യപ്പെടുന്ന കക്ഷികളും ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ ഭൂമി പണയം വെച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊരു രേഖയും കണക്കൊന്നും പലപ്പോഴും ഇല്ല. ഇത് പൊക്കുവരവ് ചെയ്യുന്നതല്ലാതെ തന്നെ ഇതിനകത്ത് എൻകംബറൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാങ്കേതിക കാര്യങ്ങൾ, വലിയ തുകയുടെ കാര്യങ്ങളോ അത് അതില്ല. മണൽ വാരുന്നത് ഇപ്പം പിന്നെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മണൽ വാരാനുള്ള കാര്യം ഇപ്പം ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ റവന്യൂ വകുപ്പിൽ കിട്ടിയിട്ടുണ്ട്. മണൽ വാരുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, പഴയ ഈ പറഞ്ഞ വണ്ടി തകർന്നത്, ഓഫീസിലെ പഴയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാ പണവും കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്ക്രാപ്പിംഗ് പോളിസി അനുസരിച്ച് ചെയ്യുക. രജിസ്ട്രേഷനിലും മറ്റുമൊക്കെ ചെറിയ പൈസ, കാലനേജ് ഫീസ്, അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിലും 10,000 കോടി രൂപയുടെ ഒരു വരുമാനമാണ് പരമാവധി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ചെയ്യാനുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വിഹിതം കിട്ടാത്തൊരു പ്രശ്നമുള്ളതിൻ്റെ ബുദ്ധിമുട്ടിനിടയ്ക്ക് കൂടെ മറികടന്ന് പോകാൻ പറ്റും എന്ന നിലയിലൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കേരളത്തിനകത്ത് വലിയ തോതിലൊരു കുതിച്ചാട്ടത്തിനുള്ള പ്ലാറ്റ്ഫോം തന്നെ ഇട്ടേക്കുന്നത്. അത് ഞാൻ ഒരു പത്രസമ്മേളനത്തിലൊരു ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആലങ്കാരികമായി പറയുന്നതല്ല, ശരിക്കും കേരളത്തിന് ഒരു നല്ല ജമ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരും. അത് ഇന്നിപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഒന്നും കൊടുക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ അടുത്ത വർഷത്തെപ്പറ്റി ഞാൻ അല്പം കൂടി കോൺഫിഡൻസോടുകൂടി തന്നെയാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് വന്നാൽ
അപ്പോൾ ആ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് വരാനുമുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. പിന്നെ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൻ്റെ കണക്കുകളൊന്നും പറയേണ്ടതില്ല. ഈ ബഡ്ജറ്റ് ഇൻ ബ്രീഫിനകത്ത് ഒരുമാതിരി ബഡ്ജറ്റ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മളിത് ആദ്യമായിട്ട് എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് പറഞ്ഞില്ല. എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ R&D ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. R&D ബഡ്ജറ്റ് ഇപ്പോഴും നമുക്കുണ്ട്. R&D ജെൻഡർ അതിനു മുമ്പ് നമ്മൾ തുടങ്ങിയിരുന്നു. ജെൻഡർ നമ്മൾ തുടങ്ങി പ്രാക്ടീസ് ചെയ്യുന്നു. R&D ബഡ്ജറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് അവതരിപ്പിച്ചു. ഇപ്രാവശ്യം ക്ലൈമറ്റ്, നമ്മുടെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കാരണം അതൊക്കെ ഒരു സമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കാൻ വേണ്ടി നമ്മൾ ആ മേഖലയെ പറ്റിയൊക്കെ പറയുന്നതാണ്. നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഓരോ ബഡ്ജറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു പറയേണ്ടതല്ല. എന്നാൽ പോലും വലിയ തുക വെച്ചിട്ടില്ലെങ്കിലും സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ഈ IT AI രംഗത്തൊക്കെ വരുന്ന വഴി വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇപ്പം പ്രധാനമന്ത്രി സംസാരിക്കുന്ന, മുഖ്യമന്ത്രി സംസാരിക്കുന്നതായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന എന്താ പിന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ AI ഉപയോഗിച്ചിട്ടുള്ള അത്തരം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, മയക്കുമരുന്ന് മാത്രമല്ല ഒരു പ്രശ്നം, തെറ്റായ ഇൻഫർമേഷനുകളുടെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ AI റോബോട്ടിക് ടെക്നോളജിയും ഒക്കെ നല്ലതുപോലെ ഉപയോഗിക്കുന്നതിന് ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല മേഖലയിലെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ബാക്കി കാര്യങ്ങൾ. ക്രൗഡ് ഫണ്ടിങ് എക്സാക്ട്ലി ക്രൗഡ് ഫണ്ടിങ് അല്ല, എന്നാലും പബ്ലിക്കിൻ്റെ ഒരു അല്ല. പ്ലാൻ ബി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് തകരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഈ ആളുകളുടെ നിന്ന് മാത്രം ഫണ്ട് മേടിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പലതരത്തിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം ഇത് വ്യവസ്ഥാപിതമായി നമുക്ക് കിട്ടേണ്ട ഒരു നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പ്രതീക്ഷിച്ചല്ലേ എപ്പോഴും വർക്ക് ചെയ്യുക. അത് വന്നിട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അതാണ്. എന്തായാലും സിസ്റ്റത്തിനകത്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ചെയ്യാമെന്നുള്ള തരത്തിലാണ് പറയുന്നത്. കിപ്പിയെ പറ്റി പറയുന്നുണ്ടല്ലോ, ആ ഭാഗം കണ്ടില്ലേ? ഉണ്ടല്ലോ, കിപ്പി ഉണ്ട്. കിപ്പി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരു പാർട്ടുണ്ട്. നമ്മൾ ഏകദേശം 30,000 കോടി രൂപയുടെ പ്രവൃത്തി ഇപ്പം നടത്തി. ഇനിയിപ്പം മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രമല്ല. KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഈ ബജറ്റ് എല്ലാ അർത്ഥത്തിലും, ചെറിയ തുകയാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും സാമൂഹിക സുരക്ഷയെയും അത് സംബന്ധിയായ വിഷയങ്ങളെയും ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹ നടപടികൾ, സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടികൾക്കെതിരായ പ്ലാൻ ബി, അത് കൃത്യമായൊരു പ്ലാൻ ബി വരച്ചിട്ടില്ല. പക്ഷേ തോൽക്കാനാകില്ല എന്ന ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് രാഷ്ട്രീയമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം ഇതിൽ